ഹായ് ഫ്രണ്ട്സ്, DIY എവറിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാജിക് കാർഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാനിവിടെ ഒരു 12x8 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് ഉള്ള ഒരു റെക്ടാങ്കിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ A4 ഷീറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പേപ്പറിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പടം വരച്ചു ചേർക്കാം. അതിനുശേഷം ആ പിക്ചറിന് കളർ കൊടുത്ത് നമുക്കതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാം. കളർ പെൻസിൽസ് മാത്രമല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഞാനിവിടെ കളർ പേപ്പറും യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ടെക്സ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാം. അടുത്തത് ഒരു OHP ഷീറ്റാണ് എടുക്കേണ്ടത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12x8 സെൻറ്റിമീറ്റർ ആണ്. ഞാനിവിടെ ഓൾറെഡി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷൻ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് പിക്ചറിൻ്റെ മുകളിലൂടെ ആ പിക്ചറിൻ്റെ ട്രേസ് OHP ഷീറ്റിലേക്ക് CD മാർക്കർ യൂസ് ചെയ്ത് ഞാനിവിടെ ഒരു 18 സെൻറ്റിമീറ്റർ × 12 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് ഉള്ള ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പിക്ചർ ഹോൾഡ് ചെയ്യുന്ന കറക്റ്റ് സൈസിൽ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്കതിനെ ഫോൾഡ് ചെയ്യാം. അതായത് 8 സെൻറ്റിമീറ്റർ ഇവിടെയും 8 സെൻറ്റിമീറ്റർ അപ്പുറത്തുമായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ഹോൾഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 9 × 12 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് ഉള്ള ഒരു പേപ്പറിനെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ എക്സ്ട്രാ വരുന്ന 1 സെൻറ്റിമീറ്ററിനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. നമുക്കത് സെല്ലോ ടേപ്പോ ഫെവിക്കോളോ യൂസ് ചെയ്ത് ചാർട്ട് പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. നമുക്കൊരു ചെറിയ റെക്ടാങ്കിൾ സെൻറ്റർ പോർഷനിൽ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വേരി ചെയ്യും. അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന ആ സ്ക്വയറിൻ്റെ പോർഷനിലൂടെയാണ് നമ്മുടെ പിക്ചർ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളത് കട്ട് ചെയ്യാൻ. നമുക്ക് വീഡിയോ കാണുന്ന പോലെ കാർഡിൻ്റെ സൈഡ്സ് ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് ബോട്ടം പോർഷൻ ക്ലോസ് ചെയ്യണം. അത് നമുക്ക് ഫെവിക്കോളോ അതോ സെല്ലോ ടേപ്പോ യൂസ് ചെയ്യാം. വീഡിയോ കാണുന്ന പോലെ കാർഡിൻ്റെ കളർഡ് പോർഷൻ വൈറ്റ് പേപ്പറിൻ്റെ ബാക്കിലേക്കും അതുപോലെ OHP ഷീറ്റ് നമുക്ക് വൈറ്റ് പേപ്പറിൻ്റെ ഫ്രണ്ടിലേക്കും പ്ലേസ് ചെയ്യാം. ഡ്രാഗ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാനിവിടെ ഒരു ചെറിയ പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ റെക്ടാങ്കിളാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് കാർഡിൻ്റെ ടോപ്പ് പോർഷനിൽ സെല്ലോ ടേപ്പോ ഗമ്മോ യൂസ് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാജിക് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു മാജിക് കാർഡാണിത്. കളർ പേപ്പേഴ്സോ ഫോം ഷീറ്റ്സോ യൂസ് ചെയ്ത് നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് കളേഴ്സിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് DIY എവറിത്തിങ്.